നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. രാഹുൽ ഗാന്ധിയുടെ പിടിപ്പുകേടുകളും അഹങ്കാരവും സഹിക്കാൻ വയ്യ. അതാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ ഉണ്ടായിട്ടുള്ള പുതിയ പ്രതിസന്ധിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം. കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ സഖ്യകക്ഷികളുടെ സഹായത്തിൽ അതിലുപരി ചില ഫ്രീബീസൊക്കെ ഉപയോഗിച്ചു സ്ത്രീകളെ തെറ്റിദ്ധരിപ്പിച്ചൊക്കെ മുൻപ് 2 വട്ടം നേടിയതിനെ അപേക്ഷിച്ചു കുറച്ച് സീറ്റുകൾ കൂടുതൽ നേടി. അതിൻ്റെ സ്വതസിദ്ധമായ ഡൈനാസ്റ്റി അറോഗൻസ് രാഹുലിൻ്റെ തലയ്ക്ക് പിടിച്ചു. അതിനുശേഷം രാഹുൽ ഗാന്ധി ഈ നേട്ടം മുഴുവൻ തൻ്റെ കഴിവുകൊണ്ട് നേടിയതാണ് എന്ന മട്ടിൽ ഇന്ത്യ സഖ്യകക്ഷികളെ പോലും മുഖവിലക്കെടുക്കാതെ ഏകപക്ഷീയമായ തീരുമാനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. പാർലമെൻറ്റിൽ സീറ്റിങ്ങിൻ്റെ കാര്യത്തിൽ പോലും സമവായത്തിന് ശ്രമിച്ചില്ല. അതുകൊണ്ട് സഖ്യകക്ഷി നേതാക്കൾക്ക് മുൻനിര സീറ്റുകൾ നഷ്ടമായി. പുള്ളിക്ക് തോന്നിയ വിഷയങ്ങൾ ഉയർത്തി പാർലമെൻറ്റ് നടപടികൾ സ്ഥിരമായി തടസ്സപ്പെടുത്തുന്നു. സഖ്യകക്ഷികൾക്ക് അവരുടെ സംസ്ഥാനത്തിൻ്റെ വൈറ്റലായ പല ഇഷ്യൂസും പാർലമെൻറ്റിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹമുണ്ട്. അതിന് തടസ്സം നിൽക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സേഫായ ബെറ്റാണ് രാഹുൽ ഗാന്ധി എന്ന കോൺഗ്രസ് നേതാവ്. പ്രതിപക്ഷത്തിൻ്റെ തലപ്പത്ത് തന്നെ തുടരുന്നത്. അത്രത്തോളം കാലം കോൺഗ്രസിൻ്റെ പിന്നോട്ടടി തുടരും എന്ന കാര്യം അവർക്ക് മറ്റാരേക്കാൾ നന്നായിട്ട് അറിയാം. ഹരിയാന, മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പ് ഫലങ്ങൾ നൽകുന്ന സൂചന അതുതന്നെയാണ്. രാജ്യതാൽപര്യം മനസ്സിലുള്ള ദേശാഭിമാനികളായ ഇന്ത്യക്കാർ ഇന്നത്തെ നിലയിൽ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കില്ല. കോൺഗ്രസ് മറ്റൊരു ഇടത് മൈനോറിറ്റി ഫ്രിഞ്ച് രാഷ്ട്രീയമായി ചുരുങ്ങി വരുന്ന കാഴ്ചയാണ് കാണുന്നത്. രാജ്യത്തിൻ്റെ വിശാലമായ സാമ്പത്തിക വികസന തനത് സാംസ്കാരിക നിലപാടുകൾ ഉൾക്കൊണ്ട് പ്രവർത്തിക്കാൻ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നത് സ്വാഭാവികമാണ്. സോണിയാഗാന്ധിയുടെ കാലത്തോളം രാഹുൽ ഗാന്ധിയോ മറ്റ് ഡൈനാസ്റ്റി അംഗങ്ങളോ തന്നെ കോൺഗ്രസ് തലപ്പത്ത് തുടരും എന്ന് ഉറപ്പിക്കാം. ഡൈനാസ്റ്റിയോട് ഒരു രാജകുടുംബത്തിനോട് തുല്യമായ ആരാധനയും ഭയവുമാണ് കോൺഗ്രസ് അണികളുടെ ബേസിക് ആയിട്ടുള്ള സ്വഭാവം തന്നെ. എന്നാൽ പുതിയ തലമുറ ഈ ഒരു ആറ്റിറ്റ്യൂഡ് പഴയ പോലെ അതേപടി അംഗീകരിക്കാൻ കൂട്ടാക്കില്ല. കുറച്ച് അധികാരമോഹികളൊക്കെ അങ്ങനെ തുടരുമെന്ന് മാത്രം. സോണിയയുടെ കാലശേഷം ഇന്നത്തെ രീതിയിൽ ഡൈനാസ്റ്റി കോൺഗ്രസിൽ ഇതേപോലെ തുടർന്നു കൊണ്ടുപോകാൻ കഴിയുമോ എന്നത് കണ്ടു തന്നെ അറിയണം. രാഹുലിനെയും പ്രിയങ്ക ഗാന്ധിയെയും അംഗീകരിക്കാൻ തയ്യാറല്ലാത്ത പഴയ ഗ്രൂപ്പ് 23 പോലുള്ള അസ്വസ്ഥതകൾ കോൺഗ്രസിൽ വീണ്ടും തലപൊക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും ഡൈനാസ്റ്റി കുട്ടികൾ കോൺഗ്രസ് തലപ്പത്ത് ഉള്ളിടത്തോളം കാലം ഇന്ത്യയിൽ BJPക്ക് തുടർഭരണം സുഗമമാകും. അതിനാൽ തന്നെ ഈ ഇന്ത്യ മുന്നണിയുടെ തലപ്പത്ത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എപ്പോഴും ഉണ്ടാവണമെന്ന് തന്നെയാണ് BJP ആഗ്രഹിക്കുന്നത്. ആപ്പിനും മമതയ്ക്കുമൊക്കെ മറിച്ചാണ് അഭിപ്രായമെങ്കിലും